ഹലോ, വെൽക്കം ടു ഷിനൂസ് ഇന്നർ ലൈറ്റ്. നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എപ്പോഴും വരണമെന്നില്ല. നമ്മുടെ പ്ലാൻസ് ഒക്കെ ചിലപ്പം ഷിഫ്റ്റ് ആയെന്ന് വന്നേക്കാം, ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കും, അവരൊക്കെ ചേഞ്ച് ആയേക്കാം. മൊമെന്റ്സ് ഇറ്റ് ഹാർഡ് താൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും. അങ്ങനെ ചിലപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ലായിരിക്കും. കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ വേറൊരു കാര്യമായിരിക്കും അല്ലേ. പെട്ടെന്ന് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയ പോലെ, ഇല്ല ആരണ്ടൊക്കെ നമ്മളെ പിടിച്ച് കുലുക്കിയ പോലെ ഒരു ചേഞ്ച്, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വന്ന പോലെയൊക്കെ നമുക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈഫിൽ പ്രതീക്ഷിക്കാത്തത്, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, അങ്ങനെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ സങ്കടപ്പെടുത്താനായിരിക്കണമെന്നില്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു ബോട്ടിലിനകത്ത് നമ്മളിതിൽ സാധനം ഇടുവാന്ന് വെച്ചാൽ, ഈ ഷുഗറൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ബോട്ടിലിനകത്ത് ഇടുക, നമ്മൾ ഇങ്ങനെ ഒന്ന് കുലുക്കും. നമ്മൾ ആക്ച്വലി കുലുക്കുന്ന എന്തിനാണ്? അത് അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനം കേടാകാനൊന്നുമല്ല അല്ലേ. ചിലപ്പോൾ ഞാനായിടുന്ന പഞ്ചസാര ഓർക്കും, എന്നെ എന്തിനാണ് ഇപ്പം പിടിച്ച് ഇങ്ങനെ കുലുക്കിയെന്ന് ഓർക്കും. പക്ഷെ കുലുക്കിയതിന് റീസൺ എന്ന് വെച്ചാൽ മോർ സ്പേസ് ഉണ്ടാകാനായിട്ട്, ഒത്തിരി കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആക്കാനായിട്ട്, കുറച്ച് പേരെ കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ച് പേരെ കൂടെ ഇൻവോൾവ് ചെയ്യാനായിട്ട്, കുറച്ച് പേരെ കൂടെയൊക്കെ ഒന്ന് ലൈഫിലാക്കാനായിട്ട്, അങ്ങനെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ പിടിച്ച് കുലിക്കിയത് അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, എല്ലാ ഷെയ്ക്കും നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതല്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഭയങ്കര സ്നോ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്നോ ഒക്കെ വീണിട്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വിൻഡോ കൂടെ നോക്കുമ്പോൾ എൻ്റെ ചില ചെടികളൊക്കെ ഇങ്ങനെ ഈ സ്നോയുടെ ഭാരം കാരണം ഇങ്ങനെ കുനിഞ്ഞ് പൊടിയുന്ന പോലെ നിൽക്കും കേട്ടോ. അപ്പം ഞാനിത് കാണുമ്പോൾ എനിക്ക് സ്നോയിൽ അക്സ് വെള്ളം ഭയങ്കര ദേഷ്യവും മടിയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഓടിച്ചെന്നിട്ട് എങ്ങനെയും അത് ഒറ്റ കുലുക്കും. ഈ ഒറ്റ കുലുക്കിയാൽ മതി, കുലുക്കിൽ ഈ സ്നോ എല്ലാം കൂടെ താഴോട്ട് പോകും. ആ ചെടി പിന്നെയും നേരെ നിൽക്കും. അപ്പം ഞാൻ ഈ ചെടി ഓർക്കും, എന്നെ എന്തിനാ ഓൾറെഡി ഭാരമാണ് മേത്ത് കിടക്കുന്നത്, അതിന്റെ മുന്നിൽ വന്ന് ഒരാൾ മുന്നോട്ട് കുലുക്കുമല്ലോ എന്ന് ചെടി ഒരു പക്ഷെ ഓർക്കുമായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ഞാൻ എന്നാ വിചാരിക്കുന്നത്, എന്റെ ചെടി ഒടിഞ്ഞു പോകല്ല ആ വെയിറ്റ് കാരണം. ഞാൻ എന്നെ പഴയ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നേരെ നടത്തുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില ഷേക്കുകള്, ചില കുലുക്കങ്ങള്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതൊക്കെ അതിന്റെ പിന്നിൽ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു നന്മ കാണും, ഒരു അനുഗ്രഹം കാണും. അതിന് നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ പുതിയ വീഡിയോയുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.